Hi dears, welcome to my fifth video. In this video, I would like to discuss the poem A Valediction Forbidding Morning by John Donne. John Donne കുറിച്ച് രണ്ട് മൂന്ന് പോയിന്റ്സ് പറയാം. John Donne was born in 1572 and he was a poet in the Elizabethan period and he was also a metaphysical poet. Okay. And he wrote this poem, A Valediction Forbidding Morning, for his wife Anne Donne on the occasion of his traveling to France. Okay, and this poem was published in 1633 in the collection Songs and Sonnets. Okay, here the title of the poem is A Valediction Forbidding Morning. Okay, what is valediction? What is meant by valediction? Valediction means യാത്രാമൊഴി, അതായത് ഒരു എന്തെങ്കിലും ഒരു സെൻഡ് ഓഫ് പാർട്ടി ഒക്കെ ഉണ്ടാകുമ്പോൾ നടത്തുന്ന ഒരു സ്പീച്ച് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്ന സ്പീച്ചിനെയാണ് വാലിഡിക്ഷൻ, ഒരു യാത്രാമൊഴി നൽകുന്നത്. അതുപോലെ ഫോർബിഡ് എന്താണ്? ഫോർബിഡ് മീൻസ് വിലക്കുക അല്ലേ. ആൻഡ് മോർണിംഗ്, രാവിലെ എന്നുള്ള മോർണിംഗ് അല്ല, ഇവിടെ സ്പെല്ലിങ്സ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സ്പെല്ലിംഗ് വ്യത്യാസമാണ്. ഇവിടെ ഈ മോർണിംഗിൻ്റെ മീനിങ് എന്താണ്? വിലാപം എന്നാണ്. ഓക്കെ, ഹിയർ ദിസ് ടൈറ്റിൽ സജസ്റ്റ് എ ഫെയർവെൽ ദാറ്റ് ഈസ് urging the listener not to be sad. Okay, let's move to the poem. As virtuous men pass mildly away and whisper to their souls to go, while some of their sad friends do say, the breath goes now, and some say no. Here, virtuous men. എന്താണ് virtuous men എന്ന് പറഞ്ഞാൽ? virtuous men means good people, നന്മയുള്ള മനുഷ്യർ, അതാണ് virtuous men. pass away means മരിക്കുക. അതുപോലെ mildly means മെല്ലെ, പതുക്കെ, or silently. Okay, here എന്താണ് പോയിറ്റ് പറയുന്നത്? ഹിയർ ആസ് വേർച്വസ് മെൻ പാസ് മൈൽഡ്ലി അവേ, നന്മയുള്ള മനുഷ്യർ, നല്ല മനുഷ്യർ അല്ലേ, അവരെങ്ങനെയാണ് മരിക്കുന്നത്? ദേ പാസ് മൈൽഡ്ലി എന്നാണ് പറഞ്ഞത്, വളരെ എന്താണ് സാവധാനം, പതുക്കെയാണ് മരിക്കുന്നത് അല്ലേ. ആൻഡ് വിസ്പർ ടു ദ സോൾസ് ടു ഗോ, അവർ സ്വയം മന്ത്രിക്കുന്നു, നമുക്ക് പോവാം, അവരുടെ ആത്മാവിനോട് പറയുന്നു പോവാം. അപ്പോൾ അവർക്കറിയാം അവർ മരിക്കാൻ പോവാണ്. പക്ഷെ അവിടെ നമുക്ക് ഒരു തരത്തിലുള്ള ഒരു എന്താ പറയുക തിടുക്കവും നമുക്ക് കാണാൻ പറ്റില്ല. അവർ സമാധാനത്തിൽ, അവരറിയാം അവർ വേർച്വസ് ആണ്, അവർ നല്ല മനുഷ്യരാണ്, അവർ എന്താണ് നല്ല രീതിയിൽ തന്നെ മരിക്കും, അവർക്കറിയാം. അപ്പോൾ അവർ ഒരു തിടുക്കവും കൂട്ടാതെ അവർ സ്വയം പറയുന്നു അല്ലേ, മരിക്കാം. അവർ മെല്ലെയാണ് ചെയ്യുന്നത്. ആൻഡ് വൈൽ സം ഓഫ് ദ സാഡ് ഫ്രണ്ട്സ് ഡു സേ ദ ബ്രെത്ത് ഗോസ് നൗ ആൻഡ് സം സേ നോ. പക്ഷെ അവരുടെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന വിഷമിച്ച് നിൽക്കുന്ന ഫ്രണ്ട്സ് എന്ത് പറയും? ചിലർ പറയും ദാ ശ്വാസം പോവാനായിരിക്കുന്നു അല്ലേ, ദ ബ്രെത്ത് ഗോസ് നൗ, ഇപ്പം മരിക്കും എന്ന് പറയുന്നു. ചിലർ പറഞ്ഞു ഇല്ല മരിക്കില്ല എന്ന് പറഞ്ഞു. കാരണം എന്താണ്? അവർക്ക് മനസ്സിലാവുന്നില്ല ഇവർ മരിക്കാൻ പോവാണോ മരിച്ചോ ഒന്നും അവർക്ക് മനസ്സിലാവുന്നില്ല. കാരണം അത്രയും മെല്ലെ പതുക്കെയാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, വളരെ കാം ആൻഡ് ക്വൈറ്റാണ്. അതുകൊണ്ടാണ് ഹി ഷോസ് നോ കൈൻഡ് ഓഫ് എനി പാനിക് അല്ലെ, അദ്ദേഹം അങ്ങനെയുള്ള ഒരു തിടുക്കം, ഒരു പാനിക് ആവാതെ വളരെ മൈൽഡായിട്ട് അവർ മരിക്കണം. ഹിയർ എന്താണ് ലവ് ഇസ് ലൈക്ക് എ ഗുഡ് മാൻസ് ഡൈങ്. ഇവിടെ പോയിറ്റ് കമ്പയർ ചെയ്യാണ് അവരുടെ, ഇവിടെ പോയിറ്റിൻ്റെ ആ പോയിറ്റ് എന്താണ് ഇവിടെ ശരിക്കും ഉദ്ദേശിക്കുന്നത്? ഒരു ഗുഡ് മാൻ്റെ ഡൈയിങ്ങിലൂടെ പോയിറ്റ് പറയുന്നത് എന്താണ്? അവരുടെ ഭാര്യയോട്, അവരുടെ വൈഫിനോട് പറയുന്നത് ഒരു തരത്തിലുള്ള പാനിക് ആവേണ്ട ആവശ്യമില്ല. അവരുടെ ലവും ഏതുപോലെയാണ്, വളരെ എന്താണ് നല്ല രീതിയിലുള്ള പ്രണയമാണെങ്കിൽ ഒരു തരത്തിലുള്ള പാനിക്കിൻ്റെ ആവശ്യമില്ല. വളരെ എന്താണ് അദ്ദേഹം ഇവിടെ ഫ്രാൻസിലേക്ക് യാത്ര പോവുകയാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ കൂടെ. സുഹൃത്തിൻ്റെ പേര് സർ റോബർട്ട് ഡ്രൂറി. അദ്ദേഹത്തിൻ്റെ കൂടെ ഫ്രാൻസിലേക്ക് പോവുകയാണ്, ഭാര്യയെ വീട്ടിൽ ആക്കിയിട്ട് പോവുകയാണ്. അപ്പോൾ ഭാര്യയിൽ നിന്നും ഒരു പിരിയലാണ്, തൽക്കാലത്തേക്കെങ്കിലും ഒരു പിരിയലാണ്. അപ്പോൾ ആ പോകുന്നതിന് മുന്നേ ഭാര്യയോട് പറയുകയാണ് അല്ലേ, നമ്മുടെ പിരിയലും എങ്ങനെയായിരിക്കണം, ഈ ഒരു ബ്രേക്കിംഗ് എങ്ങനെയായിരിക്കണം? വേർച്വസ് മെന്നിൻ്റെ ഡെത്ത് പോലെ ആയിരിക്കണം, വളരെ സൈലൻ്റ് ആയിരിക്കണം, പാനിക് ആവേണ്ട ആവശ്യമില്ല, വളരെ സമാധാനത്തിൽ, വളരെ സൈലൻ്റായിട്ട്, വളരെ കൂളായിട്ട് നമുക്ക് തൽക്കാലം ഒരു ബ്രേക്ക് ഒന്ന് പിരിയാം എന്നാണ് അദ്ദേഹം ഭാര്യയോട് ആവശ്യപ്പെടുന്നത്. നൗ സെക്കൻഡ് സ്റ്റാൻസ. So let us melt and make no noise, no tear floods, nor sigh tempers move.
ടു എ പ്രൊഫനേഷൻ ഓഫ് അവർ ജോയ്സ് ടു ടെൽ ദ ലൈറ്റി അവർ ലവ്. ഇവിടെ എന്താണ് പോയിട്ട് പറഞ്ഞത്? സോ ലെറ്റസ് മെൽറ്റ് നമുക്ക് തൽക്കാലം പിരിയാം. ആൻഡ് മേക്ക് നോ നോയ്സ്, പക്ഷെ എന്ത് പാടില്ല? നോ നീഡ് ഫോർ ക്രൈയിങ്, അല്ലേ? അപ്പോൾ നോ നീഡ് ടു ഷോ എനി കൈൻഡ് ഓഫ് ഇമോഷൻസ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓർ നോ ടിയർ ഫ്ലഡ്സ് നോർ സൈ ടെമ്പസ് മൂവ്. അദ്ദേഹം പറയുന്നു എന്താണ്, സാധാരണ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അല്ലേ, ഒരു കുറച്ച് കാലത്തേക്കാണെങ്കിലും പിരിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കരയുന്നു, അല്ലേ? കരഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നു. അപ്പോൾ അതിനെയൊക്കെയാണ് അദ്ദേഹം ഇവിടെ പറയുന്ന ടിയർ ഫ്ലഡ്സ്, കരയുക, അല്ലേ? കണ്ണുനീര്, അങ്ങനെ ഫ്ലഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ടെമ്പസിനോട് പറയുന്നു. ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ ഹൈപ്പർബോൾ. ഓക്കെ, അങ്ങനെ കൊടുങ്കാറ്റുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രൂക്ഷമായ ഒന്നിൻ്റെ ആവശ്യമില്ല. വളരെ സൈലൻ്റായിട്ട് വേണം എനിക്ക് ഇവിടുന്ന് യാത്ര പറയാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറ്റ് യുവർ പ്രൊഫനേഷൻ ഓഫ് ജോയ്സ്. ഇങ്ങനെ ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് പിരിയുകയാണെങ്കിൽ അത് ശരിക്കും നമ്മുടെ നമ്മുടെ സ്നേഹത്തിനെ ഒരു കളങ്കമാണ്, അല്ലേ? ഒരു മോശമാണ്. അദ്ദേഹം അത് ആഗ്രഹിക്കുന്നില്ല. ടു ടെൽ ദ ലൈറ്റി അവർ ലവ്. ലൈറ്റി മീൻസ് കോമണേഴ്സ്, കോമൺ പീപ്പിൾ. അതൊക്കെ കാണിക്കുന്നത് കോമൺ പീപ്പിളാണ്. അവരാണ് സ്നേഹത്തിൻ്റെ പേരിൽ കരയുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യുന്നത് കോമൺ പീപ്പിളാണ്. പക്ഷേ we are not like that. Okay, he says that our love is so sacred that we should not speak it to others. നമ്മുടെ സ്നേഹം നമ്മൾ ആരോട് വിളിച്ചു പറയേണ്ടതില്ല. It is something spiritual. Okay, here the poet shows the difference between a common man's love and the poet's spiritual love. Okay, next stanza. Moving of the earth brings harms and fears. Men reckon what it did and meant. But trepidation of the spears, though greater far, is innocent. Here, moving of the earth means earthquakes, ഭൂമികുലുക്കം, അല്ലേ? അപ്പോൾ എന്താണ്? മൂവിങ് ഓഫ് ദ എർത്ത് ബ്രിങ്സ് ഹാംസ് ആൻഡ് ഫിയേഴ്സ്. ഒരു എർത്ത് ഉണ്ടായി കഴിയുമ്പോൾ അത് ശരിക്കും എന്താണ് ഉണ്ടാക്കുന്നത്? ഒരുപാട് നാശനഷ്ടങ്ങൾ, നാച്ചുറൽ കലാമിറ്റീസ്. ഫിയേഴ്സ്, ജനങ്ങളിൽ പേടി ഉണ്ടാകുന്നു. ആൻഡ് മെൻ റെക്കൺ വാട്ട് ഇറ്റ് ഡിഡ് ആൻഡ് മെൻറ്റ്. ജനങ്ങൾ പരിഭ്രാന്തരാകുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അല്ലേ? ഒരു എന്തെങ്കിലും ഫ്ലഡോ ഒരു ഭൂമികൾക്കൊക്കെ ഉണ്ടാകുമ്പോൾ ജനങ്ങൾ വല്ലാതെ പരിഭ്രാന്തരാകും, അതൊരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. ബട്ട് റെപ്യുട്ടേഷൻ ഓഫ് ദി സ്പിയേഴ്സ് ദോ ഗ്രേറ്റ് ഫാർ ഇസ് ഇന്നസെൻറ്റ്. പക്ഷേ ഭൂമിക്കും അപ്പുറത്ത് ഒരുപാട് ഗോളങ്ങളുണ്ട്. അവിടെ ആ ഗോളങ്ങളുടെയൊക്കെ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. ആ മൂവ്മെൻറ്റ്സ് ഒരുപാട് ദൂരെയാണ്, അല്ലേ? ഗ്രേറ്റ് ഫാർ. പക്ഷേ ഇറ്റ് ഈസ് ഇന്നസെൻറ്റ്. പക്ഷേ ആ ചലനങ്ങളൊക്കെ വളരെ ഇന്നസെൻ്റാണ്, ശാന്തമാണ്, അല്ലേ? അത് കാരണം യാതൊരു പ്രശ്നവും ഇല്ല. സോ ഇവിടെ പോയിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു സാധാരണക്കാരാണെങ്കിൽ പിരിയുമ്പോൾ എന്തുണ്ടാവുന്നു? കരച്ചിലുണ്ടാവുന്നു, പ്രശ്നങ്ങളുണ്ടാവുന്നു, അല്ലേ? ഒച്ചപ്പാടുണ്ടാവുന്നു, ബഹളം ഉണ്ടാവുന്നു. പക്ഷേ പോയിട്ട് പറയണം നമ്മൾ തമ്മിൽ, അല്ലേ? പോയിട്ട് ആൻഡ് ബിറ്റ്വീൻ ഹിസ് വൈഫ് ദർ ഈസ് നോ നീഡ് ഓഫ് എനി കൈൻഡ് ഓഫ് ഇമോഷൻസ്. അവിടെ അങ്ങനെ ഇമോഷൻ്റെ ആവശ്യമില്ല എന്നാണ് പോയിട്ട് പറയുന്നത്. അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നത് എന്താണ്? ട്രൂ ലവേഴ്സ് ക്യാൻ സെപ്പറേറ്റ് വിത്തൗട്ട് കോസിങ് മേജർ ഡിസ്റ്റർബൻസസ്, അല്ലേ? അത് ട്രൂ ലവ് ആണെങ്കിൽ അതൊരു സ്പിരിച്വൽ ലവ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇത്തരത്തിലുള്ള ഡിസ്റ്റർബൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ ഇന്നസെൻ്റായിട്ട്, വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് ഇങ്ങനെയൊരു ബ്രേക്ക് നമ്മുടെ പ്രണയത്തിൽ ഉണ്ടാവണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഈ സ്റ്റാൻസയിൽ ബട്ട് റെപ്യുട്ടേഷൻ ഓഫ് ദ സ്പിയേഴ്സ് ദോ ഗ്രേറ്റർ ഫാർ ഇസ് ഇന്നസെൻ്റ് എന്നുള്ള സ്ഥലത്ത് പോയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത് മെറ്റഫോറാണ്. മെറ്റഫോർ ഉപയോഗിച്ചിട്ടുണ്ട് ബിക്കോസ് ദ റെപ്യുട്ടേഷൻ ഓഫ് ദ സ്പിയേഴ്സ് ഈസ് ഇന്നസെൻറ്റ്. അതിനെ ഇന്നസെൻ്റായിട്ട് കണക്കാക്കാൻ വേണ്ടി അവിടെ മെറ്റഫോറാണ് പോയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റാൻസ. ഡൾ സബ്ലിനറി ലവേഴ്സ് ലവ് whose solid sense cannot admit absence because it doth remove those things which elemented it. Here dull sublunary lovers love എന്നാണ് പറയുന്നത്. ആരാണ് ഈ സബ്ലിനറി ലവേഴ്സ് എന്ന് പറയുന്നത്? ദോസ് ഹു കാൺ ഡീൽ വിത്ത് ആബ്സെൻസ് ആണ്. അതായത് ഒരാളില്ലാതെ മറ്റൊരാൾക്ക് പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ഇതില്ലേ, അതിനെയാണ് ആ പോയിറ്റ് മെൻഷൻ ചെയ്യുന്നത്. ദേ കനോട്ട് അഡ്മിറ്റ് ആബ്സെൻസ്. അവർക്ക് ഒരാളില്ലാതിരിക്കുമ്പം പിന്നെ അവർ വല്ലാതെ ബുദ്ധിമുട്ടുന്നു, അവർക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. അവരെയാണ് പോയിട്ട് ഡൾ സബ്ലിനറി ലവേഴ്സ് എന്ന് പറയുന്നത്.
അവരുടെ ലവ് എന്ന് പറയുന്നത് ഫിസിക്കലാണ്. ശരിക്കും പറഞ്ഞാൽ ഫിസിക്കൽ ലവ് ആണെന്നാണ് പോയിട്ട് പറയുന്നത്. അവർക്ക് അതുകൊണ്ടാണ് ആബ്സെൻസ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. സോ ബോഡിലി ലവ് ആയതുകൊണ്ട് തന്നെ എന്താണ്, ബോഡി ഇല്ലാതായാൽ അതുപോലെ തന്നെ ആ ലവും ഇല്ലാതാവും ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് പോയിട്ട് പറഞ്ഞത് ഹിയർ അക്കോർഡിംഗ് ടു എ സ്പീക്കർ, ലവേഴ്സ് ഹു കാൻ കോപ്പ് വിത്ത് ആബ്സെൻസ് ആർ സബ്ലിനറി. So here the speaker tells us loved one that a public display of emotion will diminish the spiritual relationship of theirs. പക്ഷേ അവരുടെ ലവ് എന്ന് പറയുന്നത് സ്പിരിച്വലാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ബോഡിലി ആക്ടിവിറ്റീസ്, ഫിസിക്കൽ ലവ് ആയിരിക്കരുത് നമ്മുടേത്. their love will be spiritual. Okay, next answer. But we by a love so much refined that ourselves know not what it is, interested of the mind, careless eyes, lips and hands to miss. Here in these lines the poet says that uh, the love between the poet and his wives is so refined or pure, is pure love, and they cannot know what kind of love is this. It is unexplainable. ഇവിടെ പോയിട്ട് പറയുന്നത് എന്താണ്, അവർ തമ്മിലുള്ള ആ പ്രണയം, ആ സ്നേഹം എന്ന് പറയുന്നത് പ്യുവറാണ്. അത് വിവരിക്കാൻ പറ്റില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്നാണ് പോയിട്ട് പറയുന്നത്. അത്രയും കൈൻഡ് ഓഫ് എന്താ പറയുക, സ്പിരിച്വലാണ്. അത്രയും ഒരു എന്താ പറയുക, റിഫൈൻഡ് ആണ് അവരുടെ ലവ് എന്ന് പറയുന്നത്. ദ ഇൻറ്റർ അഷ്യൂർഡ് ഓഫ് ദ മൈൻഡ് എന്നാണ് പറയുന്നത്. ദെയർ മൈൻഡ് ഈസ് ഇൻറ്റർ കണക്റ്റഡ് അല്ലേ. പോയിറ്റിൻ്റെയും വൈഫിൻ്റെയും മൈൻഡ് എന്ന് പറഞ്ഞാൽ അത്രയും എന്താ പറയണ്ടേ, വളരെ ഒരുമയോടെ നിൽക്കുന്നതാണ്, ഇൻറ്റർ കണക്റ്റഡ് ആണ്. ദേ ആർ കെയർലെസ് ഓൺ ദെയർ ഐസ്, ലിപ്സ്, ഹാൻഡ്സ് അല്ലേ. ആ കൈൻഡിൽ ആ തരത്തിലുള്ള ഒരു ഫിസിക്കൽ ലവ്, അവർക്കൊരു ഫിസിക്കൽ ലവ് എന്ന് പറഞ്ഞാൽ അവർക്കതൊരു പ്രശ്നമേ അല്ല. ദെയർ ലവ് ഇസ് സംതിങ് സ്പിരിച്വൽ. അവർ ബോഡിലി എന്താ പറയുക, ലവിൽ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല, അവരുടെ ലിപ്സിനോ ഹാൻഡ്സിനോ ഐസിനോ ഒന്നും. അതിനെക്കുറിച്ചൊക്കെ അവർ ശരിക്കും എന്താണ്, ബോധേഡേ അല്ല. പക്ഷെ അവരുടെ ലവ് എന്ന് പറയുന്നത് സോളുകൾ, ആത്മാവ് തമ്മിലുള്ള ഒരു പ്രണയമാണ്, ഹൃദയം തമ്മിലുള്ള ഒരു പ്രണയമാണെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് സംതിങ് സ്പിരിച്വൽ. ഓക്കെ, നെക്സ്റ്റ് ആൻസർ. Our two souls therefore which are one, though I must go, enter not yet a breach but an expansion like gold to airy thinnest beach. Here the speaker says that their souls are one, so they will not feel the break between them. ഓക്കെ, അദ്ദേഹം പറയുന്നത് അവരുടെ സോൾ എന്ന് പറയുന്നത്, അവരുടെ സോൾസ് എങ്ങനെയാണ്, ഇറ്റ് ഈസ് വൺ, ഒറ്റ ആത്മാവ്, ഒറ്റ ഹൃദയം ആയിട്ടാണ് അവരുള്ളത്. സോ ദേ വിൽ നോട്ട് ഫീൽ ദ ബ്രേക്ക് അല്ലേ. അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഈ ഒരു ബ്രേക്ക്, ഈ ഒരു പിരിയൽ, ഈ ഒരു അകൽച്ച അവരെ ബാധിക്കുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം കമ്പയർ ചെയ്യുന്നത്, അവരുടെ ആ ലവിനെ എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ആൻ എക്സ്പാൻഷൻ ലൈക്ക് ഗോൾഡ് ടു എയറി തിന്നസ് ബീറ്റ്. എന്താണാവുന്നത്, അദ്ദേഹം അകലങ്ങളിലേക്ക് പോകും തോറും ആ ലവ് എന്താവുന്നു, ഇറ്റ് ഈസ് എക്സ്പാൻഡിങ്. അതിങ്ങനെ വികസിച്ച് വരികയാണ്, എക്സ്പാൻഡ് ചെയ്യാണ്. ഏതുപോലെ, ലൈക്ക് ഗോൾഡ്. അവിടെ ലൈക്ക് വന്നിട്ടുണ്ട്, അവിടെ ഒരു കമ്പാരിസൺ ഉണ്ട്. ലവിനെ ഗോൾഡിനോട് അല്ലെ, എങ്ങനെയുള്ള ഗോൾഡ് എക്സ്പാൻഡ്, ഇത്ര അടിക്കുന്നതിനെ ബീറ്റ് ചെയ്യുന്നതിന് എന്താവുന്നു, തിന്നായി പൊട്ടുന്നതല്ല അത് ചെയ്യുന്നത്, അതിങ്ങനെ തിന്നായി എക്സ്പാൻഡ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലൈക്ക് ഗോൾഡ്, അവിടെ സിമിലിയാണ് വരുന്നത്, ലൈക്ക് വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട്, അവിടെ സിമിലി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രണയത്തിൻ്റെ വ്യാപ്തി കൂടി വരികയാണ്. ഹി സീസ് ദാറ്റ് ലവേഴ്സ് സോൾസ് ആർ ഓൾവേസ് യുണൈറ്റഡ് എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ഗോൾഡായിട്ട് എത്ര അടിക്കുന്നതിന് അത് തിന്നായിട്ട് വളരെ വ്യാപിച്ച് വരികയാണ്, പൊട്ടുകയില്ല. അതേപോലെ പോയിറ്റിൻ്റെയും അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെയും ആ സ്പിരിച്വൽ ലവ്, ആ ലവ് എങ്ങനെയുള്ളതാണ്, അതൊരിക്കലും പൊട്ടിപ്പോകത്തില്ല. അത് അദ്ദേഹം എത്ര അകലങ്ങളിലേക്ക് പോയാലും ആ സ്നേഹം ഇങ്ങനെ എക്സ്പാൻഡ് ആയിക്കൊണ്ടേയിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ് ആൻസർ. If they be two, they are two so, as stiff twin compasses are two. Thy soul, the fixed foot, makes no show to move, but doth if the other do.
ഇവിടെ അദ്ദേഹം എന്താണ് പറഞ്ഞത്? കഴിഞ്ഞ സ്റ്റാൻസയിൽ അദ്ദേഹം പറഞ്ഞു അവരുടെ സോൾസ് എങ്ങനെയാണ് ഒന്നാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ സ്റ്റാൻസയിൽ എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇഫ് ദേ ബി ടു, ഇനി അവരുടെ രണ്ട് ഹൃദയങ്ങൾ തന്നെ ആയിക്കോട്ടെ, രണ്ട് സോൾ ആയിക്കോട്ടെ, ഇഫ് ദേ ബി ടു, ദേ ആർ ടു, സോ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ അദ്ദേഹം അത് ഏതിനോടാണ് കമ്പയർ ചെയ്യുന്നത്? അദ്ദേഹം കമ്പയർ ചെയ്യുന്നത് ആസ് ടിഫ് ട്വിൻ കോമ്പസസ് അല്ലേ. ഒരു കോമ്പസ് നമുക്കറിയാം 2 ലെഗ്സ് ആണുള്ളത് അല്ലേ. അപ്പോൾ അതിനോട് അദ്ദേഹം കമ്പയർ ചെയ്യുന്നു അവരുടെ ലവിനെ. ഓക്കെ, അതായത് വെൻ വൺ ഫുട്ട് ഓഫ് എ കോമ്പസ് മൂവ്സ് ദ അതർ റിമെയിൻസ് ഫിക്സ്ഡ് ഇൻ ദ സെൻറ്റർ. ഓക്കെ, ഈവൻ ദോ ദേ ആർ ടു, ദേ വിൽ join. Here he compares his relationship with his wife to that of a 2 legs of a drawing compass. Here his comparison to compass is a fine example of metaphysical conceit. ഇവിടെ ദ ഫിക്സ്ഡ് ഫുട്ട് എന്ന് ഉദ്ദേശിക്കുന്ന വൈഫിനെയാണ്. അതായത് സെൻറ്ററിൽ എന്താവുന്നു, വൈഫ് വളരെ സെൻറ്ററിൽ വളരെ ഫിക്സ്ഡായിട്ട് അവിടെ ഫിക്സ്ഡായിട്ട് നിൽക്കുന്നു. മീൻസ് ഷീ ഈസ് ഫെയ്ത്ത്ഫുൾ ടു ഹിം. ഓക്കെ, അതുകൊണ്ട് തന്നെ പോയിറ്റിന് ആ ഒരു ബന്ധനത്തിലാണ് പോയിറ്റ്. ശരിക്കും പറഞ്ഞാൽ എത്ര ദൂരേക്ക് പോയാലും അദ്ദേഹം എന്താവും, തിരിച്ച് അവരുടെ അടുത്തേക്ക് തന്നെ വരും. ബിക്കോസ് ഷീ ഈസ് വെരി ഫെയ്ത്ത്ഫുൾ ടു ഹിം. നെക്സ്റ്റ് ആൻസർ. ആൻഡ് ദോ ഇറ്റ് ഇൻ ദ സെൻറ്റർ സിറ്റ്, യെറ്റ് വെൻ ദ അതർ ഫാർ ഡത്ത് റൂം, ഇറ്റ് ലീൻസ് ആൻഡ് ഹെർക്കൻസ് ആഫ്റ്റർ ഇറ്റ് ആൻഡ് ഗ്രോസ് ഇറക്റ്റ് ആസ് ദാറ്റ് കംസ് ഹോം. Here in this lines he says that though the fixed foot remains the center, it always leans towards the movable foot എന്നാണ് പറയുന്നത് അല്ലേ. ഒരു സെൻറ്ററിൽ ആ ഫൂട്ട് വളരെ ഫിക്സ്ഡ് ആണെങ്കിൽ കൂടി മറ്റേത് ഇങ്ങനെ എന്തായാലും ഈ ഫിക്സ്ഡ് ഫൂട്ടിൻ്റെ അടുത്തേക്ക് ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും, ഇങ്ങനെ ബെൻഡായിക്കൊണ്ടേയിരിക്കും. he shows that his wife will expect him in the home. അവരുടെ വൈഫ് എന്തായിരിക്കും എപ്പോഴും ആ വീട്ടിൽ പോയിറ്റിനെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ടാവും അല്ലേ. അവരുടെ റിലേഷൻ ഒരിക്കലും എന്താവില്ല, ബ്രേക്ക് ആവില്ല. അത് അകലങ്ങളിലാണെങ്കിൽ പോലും അതിങ്ങനെ കൂടി വരെയുള്ളൂ എന്നാണ് പോയിറ്റ് ഈ ലൈൻസിൽ ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് ആൻസർ. സച്ച് വിൽ ദോ ബി ടു മീ ഹു മസ്റ്റ് ലൈക്ക് ദ അതർ ഫുഡ് ഒബ്ലീക്ലി റൺ. Thy firmness makes my circle just and makes me end where I began. കഴിഞ്ഞ സ്റ്റാൻസയിൽ അവരുടെ സ്നേഹത്തെ ഒരു കോമ്പസിനോട് കമ്പയർ ചെയ്തു. അതിൻ്റെ ഫിക്സ്ഡ് ഫുട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു. ഇവിടെയും അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് തന്നെയാണ് പറഞ്ഞത്. അതിലെ ആ ഒരു ഫിക്സ്ഡ് ഫുട്ട് അതാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. മറ്റേ അതിൻ്റെ ആ ഒരു ലെഗ് ഫിക്സ്ഡ് അല്ലാത്ത അതെന്താവുന്നു, അതിങ്ങനെ അലഞ്ഞ് നടക്കുക അല്ലേ, അതിങ്ങനെ സർക്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ബട്ട് ഇവിടെ പോയിട്ട് പറഞ്ഞു യു ആർ ഫിക്സ്ഡ് ഇൻ ദ സെൻറ്റർ അല്ലേ. അതിൽ നടുക്ക് സെൻറ്ററിൽ ഫേമായി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ ഫേമായിട്ട് അങ്ങനെ ഫെയ്ത്ത്ഫുള്ളായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ആ റൗണ്ട്, അതായത് ഒരു കോമ്പസ് ആണെങ്കിൽ ആ കോമ്പസിൻ്റെ ആ റൗണ്ട് നല്ല ഭംഗിയായിട്ട് കോമ്പസിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ അവിടെ നിൽക്കുന്ന ആ ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ലെഗാണ് അല്ലേ. അതേപോലെ തന്നെ ഭാര്യ വീട്ടിൽ ഹസ്ബൻഡിനെ കാത്ത് വെയിറ്റ് ചെയ്ത് വളരെ ഫേമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഭർത്താവിന് ആ പോയിറ്റിന് എന്ത് ചെയ്യാൻ പറ്റുന്നത്, വീട്ടിൽ ഇതേപോലെ ഭംഗിയെ തിരിച്ചെത്താൻ പറ്റുന്നത് അല്ലേ. മീൻസ് his wife's firmness or faith that brings him back to home. Here this poem ends with the image of a circle അല്ലേ. And that circle is a symbol of perfection. Okay, that represents the union of souls in a relationship. Okay, here the theme of the poem is the real love unites not only the bodies of a husband and wife but also their souls. Okay, and such spiritual love is transcendent, metaphysical, keeping the lovers together intellectually, spiritually, even though the circumstances of everyday life may separate their bodies. Okay, and also the poem creates a dichotomy between the common love of everyday world and the uncommon love of the speaker. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞ പോയത്തിൻ്റെ ഭാഗങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസോ കമൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇനി ഇതിൽ വരാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും കൂടി ഇതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ ഉൾപ്പെടുത്തുന്നതാണ്.